സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. വേടനെ കുറിച്ച് ഇനി ഒരു വാക്ക് പോലും മിണ്ടില്ലെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനത്തെ ഓരോന്നും നമ്മുടെ നെഞ്ചത്തേക്ക് വരും. അവസാനം ഒരു ചീപ്പ് പ്ലേ കളിച്ചോണ്ടിരിക്കുക ജാതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുട്ടി നിങ്ങൾ വേഗം വേടന്റെ അടുത്തേക്കല്ല. വേടൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ടൊക്കെ പാടിത്തരും. അതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ഒന്നും കേരളം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം കട്ടവരാണ് നിങ്ങൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി പല പണിയെടുക്കുന്നത് ഞങ്ങൾക്കറിയാം. നിങ്ങളെ സമ്മതിച്ച കാര്യം നിങ്ങൾ തന്നെ സമ്മതിച്ച കാര്യമില്ല ഈ വീഡിയോയിലുള്ളത്. സുഹൃത്തുക്കളെ, ഈ സംസാരിക്കുന്ന കാളി മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ മുന്നോട്ട് പോകുന്നത് CP ഉണ്ണി സംതലൈക്കാണ് അവന്റെ പേര്. ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഇതില് വേടനെ കുറിച്ച് പറഞ്ഞിരിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആഹാന കൃഷ്ണയുടെ സഹോദരി ദിയ കൃഷ്ണയുടെ ഒരു അത്യാവശ്യം ബാങ്കിൽ നിന്നൊക്കെ അത്യാവശ്യം കടമെടുത്ത് തുടങ്ങിയ ഒരു ബോട്ടിക്ക് ഷോപ്പ്, സ്ത്രീകളുടെ വസ്ത്രങ്ങളും മറ്റും കിട്ടുന്ന, അവർക്ക് നല്ല കച്ചവടമുണ്ട്. അറിഞ്ഞിടത്തോളം നല്ല കച്ചവടമുണ്ട്. ഈ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അവിടെ സെയിൽസ് ഗേളുകളായിട്ട് 3-4 പേരെ നിയമിച്ചിട്ടുണ്ട്. ഇവര് ഗർഭിണിയാവുന്നു. സ്വാഭാവികമായിട്ടും എല്ലായ്പ്പോഴും ആ ഒരു ഷോപ്പിലേക്ക് പോകാൻ കഴിയാതെ വരുന്നു. ഇവര് വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. അതിനിടയ്ക്ക് വിശ്വാസത്തോടെ ആ ഒരു 3 പെൺകുട്ടികൾക്ക് ആ ഒരു ഷോപ്പ് വിട്ടുകൊടുക്കുന്നു. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ദിയ കൃഷ്ണയുടെ പ്രൊഡക്റ്റ് അവരുടെ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടിയ രീതിയിൽ അവർ വിറ്റ് തീർത്തു എന്നുള്ളതാണ്. സംഗതി എല്ലാം പൊളിഞ്ഞു. പക്ഷെ ഇതിനൊക്കെ ഇടയ്ക്ക് അവരൊരു ജാതി കാർഡ് ഇറക്കി. അതായത് ദിയ കൃഷ്ണയ്ക്കും നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സിനിമാ നടനും ഇപ്പോൾ BJP നേതാവുമായിട്ടുള്ള ആ ചങ്ങാതിക്കൊക്കെ അതിഭീകരമായിട്ടുള്ള ജാതീയത ഉണ്ട്. അങ്ങനെ അതിഭീകരമായ ജാതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ഞങ്ങൾ സംസാരിക്കാറുള്ളത് എന്നൊക്കെ രീതിയിൽ ഒരുപാട് ജാതി കാർഡ് ഇറക്കി. ഒപ്പം തന്നെ ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ള സംഗതിക്കാണ് അവരെ ആദ്യം പറഞ്ഞേ. സത്യം പറയാലോ, എന്നോട് ക്ഷമിക്കുക, ഞാനും ഇതൊക്കെ ആദ്യം വിശ്വസിച്ച് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇടുകയും ചെയ്തു. കാരണം ദിയ കൃഷ്ണയുടെ കയ്യിലൊക്കെ തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഇവരെങ്ങനെ എന്തൊക്കെയോ പ്രൊഡക്റ്റ് വിൽപ്പനയും കുറെ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നതിലാണ് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. അതിൽ എനിക്ക് തെറ്റ് പറ്റിയെന്നെ ഞാൻ പറയേണ്ടി വരും. എന്തൊക്കെയായാലും പക്ഷെ എനിക്ക് പറ്റിയ തെറ്റിനൊപ്പം തന്നെ ഒരു പറ്റിയ ശരി കൂടി ഉണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എന്തുകൊണ്ടായിരിക്കും ഇവർ പറയുന്നൊരു സംഗതി ഇങ്ങനെയാണ്, ടാക്സ് പ്രശ്നം കൊണ്ട് പലപ്പോഴും ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാറുണ്ടപ്പോൾ. അങ്ങനെയാണെങ്കിൽ ടാക്സ് വെട്ടിക്കാനുള്ള ശ്രമം ദിയ കൃഷ്ണ നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത് വേറെ അവിടെ കിടക്കട്ടെ. നമുക്ക് ഈ മനുഷ്യനിലേക്ക്, ഈ 3 പെൺകുട്ടികൾ കള്ളത്തരം ചെയ്ത സമയത്ത് നമ്മുടെ ഈ വേടന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കോമാളി മീഡിയ അല്ല, കാളി മീഡിയ, ആ കാളി മീഡിയക്കാരൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് പെൺകുട്ടികളെ നിങ്ങൾ വേഗം വേടന്റെ അടുത്തേക്ക് അവൻ 4 പാട്ട് പാടിത്തരും. അല്ല, എന്താണ് എൻ്റെ പ്രിയപ്പെട്ട CP ഉണ്ണി നിങ്ങൾ വേടനെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് ആരും മനസ്സിലാവുന്നില്ല. വേടൻ എപ്പോഴെങ്കിലും കേരളത്തിലെ ജാതീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിലനിൽക്കുന്നത്, ഇവിടെ ജാതീയത തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിലനിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതിനു മുമ്പ് ഒരു 4 വർഷം മുമ്പ് ആദ്യം അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേടൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നുണ്ട്, ഞാനൊരു ദളിതനാണ്. അങ്ങനത്തെ ഒരു വാക്ക് തന്നെ ഉദ്ദേശിച്ചത് ദളിതുകൾക്കുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞാൻ ഇടപെടാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പാട്ടുമായിട്ട് വരുന്നത്. എന്തായാലും അന്ന് ഇറങ്ങിയ പാട്ടൊക്കെ ഇപ്പൊ വൈറലാണ്. നിങ്ങൾ ഒരു പക്ഷേ ഞാൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഏറ്റവും കൂടുതൽ വൈറലായത്, ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ എനിക്കൊരു ഇതുമില്ല എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു അടുത്തൊരു പാട്ട് വന്നത്. അത് വലിയ പ്രശ്നമായി. വേടൻ ജാതീയത പറയുന്നു ഈ കേരളത്തിൽ, ജാതി ഇല്ലാത്ത കേരളത്തിൽ ജാതീയത പറയുന്നു എന്നാണ് സോക്കോൾഡ് ഈ ഹിന്ദുത്വവാദികൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാല് അതിന്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇങ്ങനെയാണ്, ഇവിടെയുള്ള സോക്കോൾഡ് ഹിന്ദുത്വവാദികൾ സംഘപരിവാരുകാർ മുഴുവൻ ഹിന്ദുക്കളൊക്കെ ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, നമുക്ക് ജാതിയില്ല മതമില്ല, നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്ന ഒരു ഉട്ടേപ്പിൻ സാധനം മുന്നോട്ട് കൊണ്ടുവന്ന് അതിലൂടെ ഈ സോക്കോൾഡ് ഹിന്ദുക്കളായിട്ട് അംഗീകരിക്കാത്ത താഴ്ന്ന ജാതിക്കാരെ മുഴുവൻ അവർ രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി മാത്രം
ഹിന്ദുക്കളായിട്ട് ആ ഒരു നിമിഷത്തിൽ അംഗീകരിക്കുകയും അങ്ങനെ ഒരു വലിയ ഹിന്ദുത്വ കൂട്ടത്തെ ഉണ്ടാക്കുന്ന ശ്രമമായിരുന്നു BJP നടത്തിയിരുന്നത്. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടയിണ ഇടുന്ന പോലെയാണ് വേടന്റെ ഒരു വരവുണ്ടായത്. അവൻ കൃത്യമായിട്ടും പറഞ്ഞു ഇവിടെ ജാതീയത ഉണ്ടോ. പിന്നീട് നമുക്ക് മനസ്സിലായി. അത് മനസ്സിലായത് നമ്മുടെ തൃശ്ശൂരിന്ന് സുരേഷ് ഗോപി ചേട്ടൻ ജയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി ചേട്ടന്റെ സ്വഭാവം പാടെ മാറിയത്. അദ്ദേഹം ആദ്യം പറയുന്നത് ശബരിമലയിൽ ആ പൂജിക്കുന്ന പൂജാരിയുടെ വർഗത്തിൽ എനിക്ക് ജനിക്കണം. അപ്പൊ അയാൾ ഇപ്പൊ ജനിച്ച വർഗത്തിൽ അയാൾക്ക് ഒട്ടുമേ ആ ജാതിയിൽ അയാൾക്ക് ഒട്ടുമേ അഭിമാനമില്ല എന്ന് അയാൾ പറയാതെ പറയാണ്. അപ്പോ അതൊന്ന്. ഇങ്ങനെ BJPക്കാരുടെ സ്വഭാവം മുഴുവൻ നോക്കുന്ന സമയത്ത് ഉന്നത കുല ജാതർ എന്ന് പറയപ്പെടുന്ന ആളുകൾ മാത്രം അംഗീകരിക്കും, അതിന്റെ താഴത്തുള്ള ആളുകൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ജാതീയമായ അന്തരം ഇവരൊക്കെ മനസ്സിലുണ്ട്. അത് കൊണ്ടു നടക്കുന്നുണ്ട് ഇവർ എന്നതാണ്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര അത്ഭുതം തോന്നുന്നെങ്കിൽ ഇന്ന് വീട്ടിൽ പത്രം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പത്രത്തിന്റെ ഒരു പേജ് തുറന്നു നോക്കുക. അതിൽ വിവാഹ കോളം ഉണ്ടായിരിക്കും. ആ വിവാഹ കോളം നോക്കിക്കഴിഞ്ഞാൽ ജാതി നോക്കി മാത്രം പെണ്ണ് കെട്ടാൻ തയ്യാറാവുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ പറയും ഏത് ജാതിയിൽ നിന്നാവാം, ബ്രാക്കറ്റിലുണ്ടാവും SC ST ഒഴികെ എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ഈ സമൂഹത്തിൽ ജാതി ഇല്ലാന്ന് ആരെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമസ്കാരം എന്ന് അവരോട് പറയല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ വേടൻ അതിലൊന്നുകൂടി ഒരു അടുത്ത പടിയിൽ പറഞ്ഞു. നിങ്ങൾ എന്നെ വേടനെന്നും നിങ്ങൾ എന്നെ പാണനെന്നും പറയനെന്നും കരുതുന്നു. ഞാൻ അങ്ങനെ എന്നെ കരുതാൻ തയ്യാറല്ല. ഞാനൊരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ നീയും എന്തല്ല, ഒരു തമ്പുരാനുമല്ല. അതായത് ഞാൻ എന്നെ ജാതീയമായിട്ട് കരുതുന്നില്ല, നീയും കരുതണ്ട. അതായത് നീ തമ്പുരാന്റെ കുളത്തിൽ ജനിച്ചു എന്നുള്ള കൺസെപ്റ്റ് നിനക്കും വേണ്ട. ഞാനും നീയും മനുഷ്യനാണ് എന്നൊരു കൺസെപ്റ്റാണ് വേടൻ മുന്നോട്ട് വെക്കാൻ നോക്കുകയും അത് ആളുകൾ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ ആളുകൾ അത് മനസ്സിലാക്കിയത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ആളുകൾ വിചാരിച്ചത് ഈ ജാതി പേരുകളൊക്കെ പറയുമ്പോൾ വേടൻ കൃത്യമായിട്ടും ജാതീയതയ്ക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു തോന്നൽ ഏറ്റവും കൂടുതൽ സംഘപരിവാരക്കാർക്കാണ്. ഹിന്ദുക്കളിൽ സ്പ്ലിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ കുറയുക അതും സംഘപരിവാരനാണ്. സംഘപരിവാരൻ ഇവിടെ എല്ലാവരെയും വേണം, വോട്ട് മതി കേട്ടോ. അത് കഴിഞ്ഞാൽ ഇവരെടുത്ത് ചവിട്ടി പുറത്താക്കും. സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയ സംഹിതകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഏവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് വായിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് വേടൻ ശക്തമായിട്ട് തൻ്റെ പാട്ടിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇനിയും വിമർശിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. നമുക്ക് ഏതൊരു പൗരനും ഏതൊരു ഉന്നത നിലയിൽ നിൽക്കുന്ന ഏത് പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും വിമർശിക്കാനുള്ള പൗരാവകാശം നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ ആ ഒരു ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരം ഒരു അവകാശവും നമുക്കുണ്ട്. ആ ഭരണഘടനയും മറ്റും മുന്നോട്ട് വയ്ക്കുന്ന നിയമ സംവിധാനങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതൊക്കെ തന്നെ വേടനും പറയുന്നുള്ളൂ. നോക്കൂ, എന്നിട്ടും ഈ ദിയാ കൃഷ്ണയെ പറ്റിച്ചിട്ട് ആ പെൺകുട്ടികൾ അവസാനത്തെ ഒരു കാർഡ് ഇറക്കുകയാണ്, ജാതി കാർഡ്. പിന്നെ ആരും അനങ്ങില്ലല്ലോ എന്നൊക്കെ അവർ വിചാരിച്ചു. ഒരുപക്ഷെ വക്കീൽ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആയിരിക്കണം, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വക്കീൽ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആയിരിക്കണം. ലക്ഷങ്ങളാണ് ഇവർ പറ്റിച്ച്. 60 ലക്ഷത്തോളം രൂപയാണ് ഇവർ അവരുടെ കടയിൽ നിന്ന് വെട്ടിച്ചുണ്ടാക്കിയത്. പക്ഷെ ഈ 60 ലക്ഷത്തോളം ഈ ചുരുങ്ങിയ സമയത്തിൽ അങ്ങനെ വെട്ടിച്ചുണ്ടാക്കണമെങ്കിൽ അത്രയും കച്ചവടം അവിടെ നടന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് ലീഗലായിരുന്നോ ഇല്ലീഗലാണോ? അന്വേഷണങ്ങളൊക്കെ വരും, അതിന്റെ പിന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തൊക്കെയായാലും അവർ ഈ ജാതി കാർഡ് ഇറക്കുകയും ആ ജാതി കാർഡ് ഇറക്കിയത് അപ്പൊ പല ആൾക്കാരും പറയുന്നത് ഇത് വേടന്റെ ബാക്കിയാണ്. അല്ലെന്നേ, വേടൻ ഒരിക്കലും ജാതി കാർഡ് ഇറക്കിയിട്ടില്ല. വേടൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിവിലേജ് ഉണ്ട്, ഞങ്ങൾക്ക് പ്രിവിലേജ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പാണനും പറയുന്നില്ലെങ്കിൽ നീ തമ്പുരാനുമല്ല, നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് വേടൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. അതിന് വേടനെ ഈ ഒരു സമയത്തും അവനെ ആക്ഷേപിക്കാനുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ സംഖ്യകളൊക്കെ എടുത്ത് വലിച്ചിട്ട് താറടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, അത് നമുക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി വെക്കും. അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.